അല്ല, വേറൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് സിനിമ. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു മൂവിയാണ്. സ്റ്റോറി വൈസ് ആയാലും എടുത്തേക്കുന്ന മേക്കിംഗ് വൈസ് ആയാലും ഈ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഇതുവരെ കണ്ടിരുന്ന സിനിമകളെ പറ്റി വിലയിരുത്തുകയാണെങ്കിൽ നല്ല മെച്ചപ്പെട്ടൊരു വർക്കായിരുന്നു. നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പടം സൂപ്പറോടായിരുന്നു. അർജുന അശോകനും ഗംഭീരമാക്കി. സിദ്ധാർത്ഥ ഭരതനും നല്ല ഞെട്ടിക്കുന്ന രീതിയിലുള്ള അഭിനയമായിരുന്നു. വലിയ കുഴപ്പമില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂവി. കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മമ്മൂട്ടിയുടെ നല്ല അഭിനയം. നല്ല സിനിമ. മമ്മൂട്ടി അടിപൊളി, നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. സിനിമയാ നല്ല കുഴപ്പമില്ല. വളരെ മമ്മൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ, അത്രേ പറയാനുള്ളൂ. അത്ഭുതങ്ങളൊന്നുമില്ല. അടിപൊളിയായിരുന്നു, ഫുള്ളി അടിപൊളിയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിൻ്റെ ഡയറക്ഷനും എല്ലാം, കാസ്റ്റിംഗ് അടിപൊളി. അങ്ങനെ ഭയം എന്ന് പറയാൻ അത്രയ്ക്ക് തോന്നിയില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കും. ഭയമൊന്ന് തോന്നാനായിട്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തും ആർക്കാണോ പറയാമല്ലോ, അങ്ങനെയല്ല. ആ ഒരു സെൻസിലെടുക്കുന്നവർ ആ സെൻസിലെടുത്തോട്ടെ. അടിപൊളിയായിരുന്നു, അത്രേ പറയാനുള്ളൂ. ഇല്ല അങ്ങനെയൊന്നും തോന്നിയില്ല. ഭയങ്കര രസമായിട്ട് കാലങ്ങൾക്ക് ശേഷം ഒരു ഡിഫറെന്റ് തീമാണ് കാണുന്നത്. വളരെ രസമുണ്ടായിരുന്നു. മമ്മൂക്ക ശരിക്കും ഓരോ സിനിമയും എന്താ പറയാ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ എക്സ്ട്രീംലി ഗുഡ് നല്ല സിനിമ. അതെ, പുള്ളി കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഭാഷയിലാണെങ്കിലും ശരിക്കും പ്രാദേശിക ഭാഷ ഏറ്റവും നന്നായിട്ട് പറയുന്ന ഒരു നടനാണ് മമ്മൂക്ക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലെ ഭാഷ വേണമെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഈ ക്യാരക്ടറായിട്ട് തന്നെ പുള്ളി അസാധ്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ അർജുന അശോകൻ, സിദ്ധാർത്ഥൻ നന്നായിരിക്കുന്നു. എനിക്ക് ആർട്ട് ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളതൊക്കെ നമ്മളങ്ങ് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആർട്ട് ഡയറക്ഷൻ ഗംഭീരമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഫീല് വളരെ വലുതാണ്. എല്ലാം കൊണ്ട് ബ്യൂട്ടിഫുൾ.